പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും അടിയനെ തിരുവചനവുമായി ദൈവം നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇന്നത്തെ തിരുവചനം ഇതാണ്: എഫേസ്യർ 5:16. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള ക്രിസ്തു വിശ്വാസികൾക്ക് എഴുതുന്ന വചനമാണിത്. ഹല്ലേലൂയ. എഫെസോസ് എന്ന പട്ടണം, അവിടെ ദുർനടപ്പും ആഭിചാരവും വിഗ്രഹാരാധനയും ഒക്കെ നടന്നൊരു സ്ഥലമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മളായിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടും ഹല്ലേലൂയ ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. ദുർനടപ്പുകളും മദ്യപാനങ്ങളും വിഗ്രഹാരാധനയും എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അപ്പോൾ നമ്മൾ ബുദ്ധിയുള്ളവരായി ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കണം. ആമേൻ. തുടർന്നുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ സമയം തക്കത്തിൽ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. നമ്മുടെ സംസാരം പോലും ആത്മീയമായതായിരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. ആമേൻ. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ, നിലവുകളെല്ലാം തന്നെ ദൈവഹിതമുള്ളതായിരിക്കണം. ആമേൻ. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ നമ്മൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.